അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പം കടയിലോട്ട് പോവാണ്. രാവിലെ കടയിലോട്ട് ഞാൻ പോവാണ്. ഇവരിപ്പം കടയിലോട്ട് വരുന്നില്ല. കടയിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ഞങ്ങൾ പുറത്തു പോകുന്നതും. പുറത്തെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നമ്മള് ഒരു ബാംഗ്ലൂരിലെ കൊച്ചു കേരളത്തിലേക്ക് പോവാന്ന് തന്നെ പറയാം. കേരളം തന്നെയാണത്. അത് ആ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ, ഒന്ന് പോയി കണ്ടിട്ടില്ല ഇതുവരെ. ഇന്നൊന്ന് പോയി കാണണം. ഇടുവാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതും പിന്നെ നമ്മുടെ ക്രിസ്മസ് റെസിപ്പി ഞാൻ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ കൂടെ കുഞ്ഞൊരു ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ണിയപ്പം ക്രിസ്മസിന് ചേരുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പലഹാരമല്ലേ, അപ്പൊ അതും കൂടെ ഉണ്ടാക്കാം. അങ്ങനെ ഓരോ ദിവസം കിട്ടുന്ന സമയം കൊണ്ട് ഓരോ റെസിപ്പിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ, നമ്മുടെ മത്തങ്ങ കറി, വീണ്ടും ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. ഹോട്ടലിലാണ് അത് ചെയ്യുന്നത്. കുറെ പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഇടാവോന്ന്. അപ്പൊ അതൊന്നും കൂടെ ഇന്നത്തെ ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ള് കാണണം, പിന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? ഞാൻ കടയിലോട്ടും പോകാം. നമ്മുടെ മത്തങ്ങ ഞാൻ കഴുകി എടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും കാന്താരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം, ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കടുക് വറുത്ത് കൊടുക്കാൻ വേണ്ടി. ഇവിടെ ക്യാബേജും കൂടെ തോരൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് മത്തങ്ങയ്ക്ക് ചേർക്കുന്നത്. കണ്ടോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും ഉണക്കമുളകും കൂടിയാണ് ഇടിച്ച് നമ്മുടെ മത്തങ്ങ കറിയിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഇവിടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണിയുടെ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറികളെല്ലാം ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടോ, നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരുകറി, മത്തങ്ങക്കറി, സാമ്പാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും. ഇതാണ് ഇന്നത്തെ ചോറ്. കണ്ടോ, ഇന്ന് നമ്മൾ മത്തിയാണ് വറുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ വലിയ മത്തിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തോട്ട് ഇപ്പം ഞങ്ങൾ പോവാണ്. അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരുണ്ട്, ഷിജോയും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഓരോ കാഴ്ചകളെല്ലാം കാണിക്കാം കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ ഇത്. അപ്പം ഞാൻ ഇങ്ങനെ ആകാശമൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തത്. നല്ല രസമല്ലേ കാണാൻ, നീലാകാശം കാണാൻ പോകുന്ന വഴിക്ക്. ഒരു 4:30-5 മണിയായി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം. അപ്പോഴുള്ള കാഴ്ചകളാണിത്. ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴയുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന വഴി കേട്ടോ ഇത്. ഈ വഴി കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി കേട്ടോ. അതാണ് അവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. കണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും നിങ്ങളെ കാണിക്കാം. നല്ല അടിപൊളിയാണ്. കണ്ടോ, കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്. ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഇവിടെ കണ്ടോ തേങ്ങ കൂട്ടിയിട്ടേക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോയാലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ തേങ്ങയൊക്കെ പറമ്പിലിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ എന്തു ഭംഗിയാണെന്ന് അറിയാം. നല്ല പച്ചപ്പും നമ്മുടെ വാഴ, ചേമ്പ്, ചേന, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇവിടെ കണ്ടോ നമ്മുടെ ആടിൻ്റെ ഒരു കൂടാണിത്. പിന്നെ നമ്മൾ കുറച്ച് മുയലും കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, ഇച്ചിരി ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കണ്ടോ, ഇതാ ഓടി നടക്കുന്നു കണ്ടോ. കുറച്ച് 5-6 എണ്ണം ഉണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതുണ്ടോ തേങ്ങ. പിന്നെ നമ്മളിങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടായും ഷിജോയും കൂടെ അച്ഛൻ്റെ കൂടെ മുന്നേ പോയി. ഞാനും ആൽഫക്കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതുണ്ടോ നമ്മുടെ മുത്തുമണീസ്. ഇത് കണ്ടോ ചേമ്പ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണും ഈ പറമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയതല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഓരോരോ ഇവിടുത്തെ ഓരോ ഇല കാണുമ്പോൾ പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. കണ്ടോ, ഇവിടെ മുഴുവനും ചേമ്പും വാഴയൊക്കെയാണ്. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ മുഴുവനും നമ്മുടെ കുറ്റി കുരുമുളകില്ലേ, കുറ്റി കുരുമുളകാണ്. കുറ്റി കുരുമുളക് നമുക്ക് ചട്ടിക്കാലത്ത് വെച്ചിട്ട് അങ്ങനെ വെക്കുന്നില്ലേ, ആ കുരുമുളകാണിത്. അപ്പം അത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തേൻ കിട്ടും. ഇതുണ്ട്, ഇതൊക്കെ നാട്ടിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച. തേനൊക്കെ ഇവിടെ ഉണ്ട്. ഇതുണ്ട് തേൻ പെട്ടി ഇരിക്കുന്നുണ്ടോ. ഇതുണ്ട് തെങ്ങയിലൊരു ഒരു കുരുമുളക് ഇങ്ങനെ കയറ്റി വിട്ടതാണ്. ഇതിനകത്ത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് കായുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇലേൻ്റെ ഇടയിലാണ്
കുരുമുളക് കാഴ്ച കിടക്കുന്നത്. മാവ് കണ്ടോ, ഇവിടെ ഉണ്ട്. ഇതോ നമ്മുടെ കുരുമുളക് കാഴ്ച കിടക്കുന്നുണ്ട്. ഇത് ചട്ടിക്കകത്തും വെക്കാം കേട്ടോ. ചട്ടിക്കകത്ത് വെച്ചിട്ട് ഇതിനകത്ത് കാഴ്ച കിടക്കുന്നുണ്ട്. ഇതാണ് കുറ്റിക്കുരുമുളക് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതുണ്ട് കപ്പളം. കപ്പളം എന്ന് പറയാൻ നമ്മൾ പപ്പായ, ചിലർക്ക് കപ്പളം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അവിടെ പപ്പായ എന്ന് പറയാം. പിന്നെ ഇതാ ഈ വഴിയൊക്കെ നോക്ക്, നമ്മുടെ നാട്ടിൽ ഈ തെങ്ങിൻ ചോട്ടിൽ കൂടെയൊക്കെ നമ്മൾ നടക്കുന്ന വഴി കണ്ടോ, ഇത്ര രസം. ഞാൻ അതാണ് തെങ്ങിൻ ചോട് പോലും പിടിച്ച അത്രയും ഭംഗിയാട്ടോ. നമ്മൾ നാടല്ല എന്ന് പറയത്തില്ല. അതുകൊണ്ട് വാഴക്കൂട്ടങ്ങളൊക്കെ നിൽക്കുമ്പം ശരിക്കും നാടാ. കുഞ്ഞു കുഞ്ഞു കപ്പളമുണ്ട്, തെങ്ങിൻ ചോട്ടിൽ കൂടെയൊക്കെ ചേമ്പ്, മഞ്ഞൾ, എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട്. ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ തോട്ടത്തിൽ കൂടെ നടക്കുമായിരുന്നുണ്ടോ. പിന്നെ ഇവിടെ ഒരു കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ, ഇത് അച്ഛൻ പറഞ്ഞത് പാഷൻ ഫ്രൂട്ടാണെന്നാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതിൻ്റെ അകത്തത് കഴിക്കുകയും ചെയ്യാം, പുറത്ത് നമുക്ക് കറിയും വെക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ഫ്രൂട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പാഷൻ ഫ്രൂട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ ഒരു മുത്തുമണി ഇവിടെ നിൽക്കുന്നുണ്ടോ. എന്ത് ക്യൂട്ടാന്ന് ഇതോ ഒരാളിവിടെ കിടക്കുക. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കുക ഇതാരാണെന്ന്. കണ്ടോ എന്തൊരു ക്യൂട്ടാ. ഇതിങ്ങനെ കുത്തിയിരിക്കുക. സാധാരണ പശുക്കളാണെങ്കിൽ ഇവിടെ ഈ ബാംഗ്ലൂരിൽ കൂടെ കാണുന്നതാണെങ്കിൽ നമ്മളെ ഓടിച്ചിട്ട് കുത്തും. പേടിയാണ്, റോട്ടിൽ കൂടെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതാണ്. ഇതുണ്ട് നമ്മൾ നോക്കി നിൽക്കുക. എന്തൊരു പാവമാണ് നോക്കി, നല്ല ക്യൂട്ടായിട്ട് നിൽക്കുക. പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ പുറകിൽ. കണ്ടോ, കാണാൻ പറ്റുമോയെന്ന് തോന്നുന്നു. ഇതാ രണ്ടുപേരും നിൽപ്പുണ്ട്. പിന്നെ ആ ചേട്ടായ ശരിയാ മുമ്പിലോട്ട് ഇങ്ങനെ പോയേക്കോ. ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ ഇവിടെ. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുക. അപ്പം ഞങ്ങൾ ഓർത്ത് ഇവിടെ ഇതുണ്ട് ആൽഫക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. പശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്ര അടുത്തുനിന്ന് കാണുന്നത് തന്നെ. കണ്ടോ നോക്കി നിൽക്കുക പാവം. പിന്നെ ഞങ്ങളോർത്ത് ഈ ഒരു കാഴ്ച ഞങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. ഈ ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുക മഹാ അത്ഭുതം എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്. കണ്ടോ ഇത് പൊങ്ങി. ഇവിടെ ഒരു കപ്പളത്തേൽ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. കണ്ടോ കപ്പളം, പപ്പായയാണ് ഞാൻ ഈ കപ്പളം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കപ്പളം എന്നാണ് പറയുന്നത് നമ്മൾ. ഇതുണ്ട് വാഴക്കൂട്ടങ്ങൾ. ആ മണ്ണ് തന്നെ കാണുമ്പോൾ തിരിയും നമ്മുടെ നാട് അതുപോലെ ഉണ്ട്. പിന്നെ നിറച്ചും കാടും പള്ളയൊക്കെയാണ്. നല്ല രസം അതിലേ കൂടെ നടക്കാനൊക്കെ. നമ്മൾ നാട്ടിൽ കൂടെ നടക്കത്തില്ലേ, പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കുന്ന പോലെ. കുറച്ച് വെള്ളത്തുള്ളിയൊക്കെ ഉണ്ട്. നല്ല രസമാണ്, വരാൻ തോന്നത്തില്ല. മുഴുവൻ കവുങ്ങും ഉണ്ട് കേട്ടോ ഇവിടെ. കപ്പ അത് ഫ്രണ്ടിലോട്ടല്ലേ? അല്ല, ഇടഭാഗത്തും ഉണ്ട്. കവുങ്ങെന്ന് നിന്നാ അറിയോ? അടക്ക കണ്ടിട്ടുണ്ടോ? വലിയ മരമല്ല, വലിയ മരമാണ്. തെങ്ങ് പോലെ തന്നെ മെലിഞ്ഞിട്ട് സ്ലിമ്മായിട്ടുള്ളൊരു മരം. ഇവിടെ വലിയതില്ല, കാണിക്കാം. എന്തോരോ നോക്കി പോവാ. അച്ഛൻ പോയിട്ട് ഇങ്ങനെ പശുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ പശുവിനെ. ഉണ്ടോ ഇനി ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ മൈലാഞ്ചി പോലും ഉണ്ട്. മാവ്, മൈലാഞ്ചി, ഒന്നുമില്ല. നല്ലൊരു കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് താമസിക്കാൻ നമുക്ക് ഒരു അസുഖം പോലും വരില്ല. പ്രകൃതിയോടെ ഇണങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റും. ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ ഇതാ കവുങ്ങ്. ഇതാ കണ്ടോ, ഇതാണ് സ്ലിം ബ്യൂട്ടി. ആ കട്ടി നമ്മുടെ വീട്ടിലുണ്ട്, കണ്ടിട്ടില്ലേ? നാട്ടിൽ പോകും അടക്കയെല്ലാം പൊഴിഞ്ഞു വീഴുന്നത് ആ സംഭവം. ഒരു ഓറഞ്ച് കളർ കുഞ്ഞു കുഞ്ഞിക്കാ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ? ഇവിടെയും കവുങ്ങും, കുഞ്ഞി കവുങ്ങും ഉണ്ട്, വലിയതും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പോവാ. ഇവിടെ ഒരു കുളമുണ്ട്. കുളമല്ല, കിണറാ. കിണറാണിത്? കിണറല്ല, അത് കുളവാ. അവിടെ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുളമല്ലത്, അല്ല കിണറല്ല. പിന്നെ എന്നാ ഇതിനകത്ത് ഇവിടെ ഉള്ളത്? ഇറങ്ങിപ്പോനൊക്കെ വഴിയുണ്ട്. ആണോ? ഇവിടെ പിന്നെ കുറച്ച് ചെടി നട്ടിട്ടുണ്ട്. ഇപ്പം നട്ടതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂ ഉണ്ട് കുറെ. റോസാപ്പൂ ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. കുട്ടി ഗാർഡൻ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇഷ്ടമായോ? പിന്നെ ഇവിടെ നമ്മുടെ ഇരുമ്പമ്പുളി ഉണ്ട്.
ഇലിമ്പിക്ക. നമ്മൾ ഇലിമ്പിക്ക എന്നാണ് പറയുന്നത്. കണ്ട കുഞ്ഞു കുഞ്ഞ് ഇലിമ്പിക്ക ഉണ്ട്. ഇതുണ്ടോ, അതിനകത്ത് കിടപ്പുണ്ട് കുഞ്ഞു കുഞ്ഞ് ഇലിമ്പിക്ക. അതെന്നാ? അത് നമ്മുടെ നാട്ടിലുണ്ട്, ചേച്ചീൻ്റെ വീട്ടിൽ. അച്ചാറൊക്കെ ഇടും, ഭയങ്കര പുളിയാണ്. പിന്നെ കവുങ്ങുന്തോട്ടം തെങ്ങുന്തോട്ടം മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ചുറ്റുപാട്. കണ്ടില്ലേ, തെങ്ങിൻ ചോട്. പിന്നെ കപ്പളമുണ്ട്, മാവുണ്ട്. ഇങ്ങനെ പോയി പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തെത്തി. ഇതൊരു കാപ്പിക്കുരു ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. കാപ്പി അപ്പുറത്തെ സൈഡിലാണ് കുറേ അവിടെ കണ്ടേ. നമ്മൾ ആദ്യം പോയെടുത്ത് ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. കണ്ടോ, ചട്ടിക്കകത്ത് വെച്ചിട്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇവിടുന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറ്റിക്കുരുമുളക്. തേനൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. നമുക്കൊരു ചെമ്പരത്തി നല്ല കളറില്ലേ, നമ്മളെ കടയിലില്ലേ ഈ കളറില്ലല്ലേ? ഇതില്ല, എന്ത് ലൈറ്റ് ഓറഞ്ചിൻ്റെ, നല്ല ഡാർക്ക് കളറ്. പിന്നെ കുരുമുളക് തന്നെ ഇരിക്കുന്നത് കണ്ടോ, കുരുമുളക് കാഴ്ചയെടുക്കുന്നത്, കുറ്റിക്കുരുമുളക്. കുറേ കുരുമുളക്. പിന്നെ എന്താ നമ്മുടെ ഇത്, പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവുക. ഇവിടെ ഒരു ചെത്തി കണ്ടോ, വെള്ള ചെത്തി. ഇതിൻ്റെ ചുമപ്പും പിന്നെ എന്താ പിങ്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നാട്ടിലില്ല പൂവല്ലേ? വെള്ളച്ചെത്തി, വെള്ള. ഇത് വെള്ള. ഇതുണ്ടോ കവുങ്ങ കൂടെ ഒക്കെ ഉണ്ട് കുരുമുളക് നമ്മുടെ. ഇതുണ്ടോ, നല്ല നന്നായിട്ട് പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. പണിക്കാരും ഉണ്ട്, പിന്നെ അച്ഛനും നല്ലോണം പണിയെടുക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇതുണ്ട് നമ്മുടെ വാഴ. ഈ വാഴത്തോട്ടമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ആണി കയറിയിട്ട് വെള്ളമൊക്കെ കോരുന്നൊരു ഓർമ്മയൊക്കെ വരുന്നത് ഇവിടെ എത്തിയപ്പം. ഞാനിങ്ങനെ ആൻറ്റിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പം അവിടെ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ ഞാനും പോകുമായിരുന്നു. നല്ല രസമായിരുന്നു. ഈ ഒരു സമയത്തൊക്കെയായിരുന്നു വെള്ളം കോരാൻ പോകുന്നത്. ഇതുണ്ട് കുഞ്ഞു കുഞ്ഞു കവുങ്ങുകൾ. ഇതിൻ്റെ വലുതാണ് നമ്മൾ അവിടെ കണ്ടേക്കുന്നത്, കണ്ടില്ലേ? പിന്നെ നടുക്കൂടെ ഒക്കെ ചേമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കപ്പ. ഇതല്ലേ കപ്പ? ഈ ഇലകൾ കപ്പ. കപ്പച്ചെടി കണ്ടിട്ടില്ല? ആണോ, എവിടുന്ന്? ഇവിടുന്ന് ഇറങ്ങുവാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഞാൻ റെഡിയാക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാ വേണ്ടതെന്ന്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പച്ചരിയാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ വെള്ളം കളയാൻ വേണ്ടി ഊറ്റി വെച്ചാണ് അരിപ്പക്കകത്തോട്ട്. ഇത് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മുടെ ശർക്കരപ്പാനിയില്ലേ, വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ വെള്ളമുണ്ട്. കാരണം ഇത് നമുക്ക് നോക്കിയിട്ട് അരച്ച്, ഞാൻ ഇതിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതി. ബാക്കി നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കേടൊന്നും ആകത്തില്ല. അപ്പോൾ ഒരു 3/4 കിലോ ഞാനിത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഉരുക്കി അരിച്ചു വെച്ചതാണ്. ഇത് നമ്മുടെ പാളയംകോടൻ പഴമില്ലേ, ഇന്നലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്, അതാണിത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട് 2 ഗ്ലാസ് അരിക്ക്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 3 ഏലക്കായും കുറച്ച് നല്ല ജീരകവും ഇല്ലേ, ജീരകം, ചെറിയ ജീരകം, അതും കൂടിയാണ്. അപ്പോൾ ഏലക്ക തൊണ്ട് വേണമെങ്കിൽ നമുക്ക് തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി. അങ്ങനെ അരയ്ക്കാം. അല്ലെങ്കിൽ മുഴുവനോടെ വേണം, മുഴുവനോടെ അരയ്ക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. 3/4 കിലോ വെള്ളം ഉരുക്കി, വെള്ളം ഉരുക്കി 3/4 കിലോ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ് അത്. പിന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. അപ്പം ഞാനിത് അരച്ചിട്ട് കാണിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. നമ്മൾ എന്ത് ചേർക്കുമ്പോൾ മധുരം ഇടുമ്പോൾ നമ്മൾ ശകലം ഉപ്പും കൂടി ഇടത്തില്ലേ. അപ്പം ഇത് കുറേശ്ശായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം പേസ്റ്റായിട്ട് അരയണ്ട. കുറച്ച് തരി ഇരുന്നോട്ടെ. നമ്മൾ ഉണ്ണിയപ്പൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി തരി പോലെയൊക്കെ ഉണ്ടാവത്തില്ലേ. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉരുക്കി വെച്ചത്. എന്നിട്ട് നമുക്ക് അരയ്ക്കാം. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം ഇട്ടു. ഇനി നമുക്കൊരു പഴം കൂടി ഇടാം. അടുത്തതിൽ പറഞ്ഞിട്ട് അരയ്ക്കാം. അപ്പൊ ആദ്യത്തെ നമ്മൾ അരക്കാൻ എടുത്തത് അരച്ചു കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, ചെറിയ തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ട് കാണിക്കാം. ഇതുണ്ടോ, ഞാൻ എല്ലാം അരച്ചു കഴിഞ്ഞു കേട്ടോ. കുറച്ച് തരിയുണ്ട്, നമ്മൾ അധികം പേസ്റ്റ് ആവില്ലല്ലോ, അപ്പം കുറച്ച് തരിയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതുണ്ടോ, പിന്നെ നമ്മുടെ ജീരകവും ഏലക്കായും. ഞാൻ തൊണ്ടടക്കമാണ് അരച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു തൊണ്ട് മാറ്റിയിട്ട് അരയ്ക്കാം, പക്ഷെ തൊണ്ടും കൂടി അരയ്ക്കുവാണെങ്കിൽ നല്ല രുചിയും മണവും ഒക്കെ വരും. അപ്പം ഞാൻ വിചാരിച്ചു തൊണ്ടും കൂടി അരച്ചിട്ട് നല്ലതല്ലേ. ഏലക്കയുടെ തൊണ്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുണ്ടോ നമ്മുടെ മാവ്. ഇനി ഇതൊരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ തന്നെ ചുട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മരം പോലെ കല്ല് പോലെയൊക്കെ ഇരിക്കും, സോഫ്റ്റ് ആവത്തില്ല. നമ്മൾ പഴമൊക്കെ അരച്ചതുകൊണ്ട് നന്നായിട്ടിത് പുളിച്ച് വന്നോളും. പഞ്ചസാര ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടി അരക്കായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. ഇതണ്ട നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 7 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന എണ്ണ കേട്ടോ, നമ്മളിന്ന് പോയില്ലേ തേങ്ങയൊക്കെ കാണിച്ച അവിടുന്ന് തേങ്ങയും നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് അവിടെ തന്നെ ആട്ടിയിട്ട് എടുക്കുന്ന കേട്ടോ. തേങ്ങ ഉണങ്ങി നല്ല വെളിച്ചെണ്ണയാണ്. ഇതുണ്ടോ ഇപ്പം തണുപ്പല്ലേ, അപ്പം നല്ല കട്ടയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടിന്ന് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാമെന്ന്. അപ്പോൾ ഇതും കൊണ്ടാണ് ഞാനിന്ന് ഉണ്ണിയപ്പം ചൂടുന്നത്. ഒന്ന് ചൂടുവെള്ളത്തിലങ്ങനെ ഇറക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ. നല്ല കട്ടയാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നതിന് മുമ്പ് റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പം നല്ല വെളിച്ചെണ്ണയും കിട്ടി. അപ്പം ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ശകലം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുവാണ്. തേങ്ങാക്കൊത്ത് നമ്മൾ ഉണ്ണിയപ്പത്തിലിട്ടാൽ നല്ല കടിക്കാൻ കിട്ടും, നല്ല മൊരിഞ്ഞ നല്ല രസമായിരുന്നു കഴിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറുത്ത എള്ളും കൂടിയാണ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ട് വേണം എള്ളിടാൻ. ഈ നെയ്യൊന്നും ഇതിനകത്തോട്ട് ഒഴിക്കണ്ട കേട്ടോ, തേങ്ങ മാത്രം എടുത്തിട്ടാൽ മതി. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ണിയപ്പം വല്ലാണ്ട് എണ്ണ കുടിക്കും. അപ്പം നമുക്ക് ഈ തേങ്ങ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ മാത്രം എടുത്തിടാം. അപ്പം ഇതിനകത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് ഓരോ കള്ളിക്കകത്ത് ഒഴിച്ചിങ്ങനെ കൊടുക്കാം. വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിത് കോരുന്ന കാണിക്കാൻ പറ്റിയില്ല, കാരണം അന്നേരം ഞാനത് കോരി എടുത്തപ്പം എൻ്റെ കയ്യിലോട്ട് എണ്ണ മറിഞ്ഞിട്ട് കൈയൊക്കെ പൊള്ളിയിരിക്കുവാണ്. പിന്നെ അപ്പം ചേട്ടായാണ് ഇതെല്ലാം ചുട്ട് വെച്ചത്. മൊത്തത്തിലൊന്നും ചുടാനും പറ്റിയില്ല, ഭയങ്കരമായിട്ടും കൈ പൊള്ളിപ്പോയി. അപ്പം ഉണ്ണിയപ്പം ഇച്ചിരി ചുട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. കൈ പൊള്ളിയ ആ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കൈ നല്ല വിരൽ നല്ലോണം വെന്തുപോയി. ഞാനിങ്ങനെ കോരി എടുത്തപ്പം നമ്മൾ വെളിച്ചെണ്ണയില്ല, ഭയങ്കര ഇതായിരുന്നു. സാധാരണ എണ്ണ കയ്യിലൊന്നും പറഞ്ഞാൽ ഇത്രയും പൊള്ളത്തില്ല. അപ്പം ബാക്കി ചേട്ടായാണ് ചുട്ടതെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഒന്ന് ചുട്ടെടുത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് മുഴുവൻ നിങ്ങളെ കോരിയെടുത്തൊന്നും കാണിക്കാൻ പറ്റാഞ്ഞേ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഇതുണ്ടോ നമ്മളെ ഉണ്ണിയപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അധികമൊന്നും എടുത്തില്ല, കാരണം ഇത് ചേട്ടായി ചുട്ടെടുത്താണ്. അപ്പം എൻ്റെ കൈ പൊള്ളിയോണ്ടാണ് എനിക്ക് മുഴുവനും നിങ്ങളെ കാണിക്കാൻ പറ്റാഞ്ഞേ. ഇതുണ്ടോ നമ്മളെ ഉണ്ണിയപ്പം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.